IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി ടീം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. 2025 ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് രാജകീയതയോടെ തന്നെ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ഇരു ടീമുകളുടെയും താരപ്പകിട്ട് വെച്ച് ടൈറ്റായിട്ടുള്ള ഒരു മത്സരം പ്രതീക്ഷിച്ച ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഏകപക്ഷീയമായ ജയമാണ് RCB സ്വന്തമാക്കിയത്. മാച്ചിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 254 റൺസ് നേടി. ടോസ് വിൻ ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് RCBയെ ബാറ്റിങ്ങിന് ക്ഷണിക്കുകയായിരുന്നു. തുടക്കം അത്ര ഗംഭീരമായിരുന്നില്ല RCBയുടേത്. എന്നാൽ ക്യാപ്റ്റൻ രജിത് പട്ടിദാരുടെ വെടിക്കെട്ട് ഇന്നിങ്സ് RCBയെ 250 കടത്തി. 33 ബോളുകളിൽ നിന്നും 93 റൺസ് നേടി പുറത്താവാൻ നിന്ന ക്യാപ്റ്റൻ RCBയെ ഫൈനലെത്തിക്കുക എന്ന ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുത്തു. കൂട്ടായി വിരാട് കോഹ്ലിയും കൃണാൽ പാണ്ഡ്യയും. പേരുകേട്ട ഗുജറാത്ത് ടൈറ്റൻസ് ബോളേഴ്സിനെ നിലയുറയ്ക്കാൻ സമ്മതിക്കാതെ ഗ്രൗണ്ടിൻ്റെ നാനാവശത്തേക്കും RCB ബാറ്റ്സ്മാൻമാർ ഓടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ജേസൺ ഹോൾഡർ മാത്രം. 4 ഓവറിൽ 39 റൺസിന് 1 വിക്കറ്റ്. മറുപടി ബാറ്റിങ്ങിൽ ഡ്യൂവിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ചേസ് ചെയ്യുമെന്ന് ഒരു വേള ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ സായി സുദർശനും ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും പുറത്തായതോടുകൂടി ഗുജറാത്തിൻ്റെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. 7 ബോളുകളിൽ നിന്നും വെറും 2 റൺസാണ് ഗുജറാത്തിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് നേടാനായത്. 11 ബോളിൽ 29 റൺസ് നേടിയ ജോസ് ബട്ട്ലർ ഒരു തകർപ്പൻ ഇന്നിങ്സിന് അടിത്തറ പാകിയെങ്കിലും അത് ഒത്തിരി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഫിനിഷിംഗ് റോളിൽ വന്ന് 2 ബോളിൽ 2 സിക്സ് അടിച്ച് പലപ്പോഴും കളി ജയിപ്പിക്കാറുള്ള രാഹുൽ ത്രിവേദിക്ക് നല്ലൊരു ബാറ്റിംഗ് പ്രാക്ടീസ് ലഭിച്ചു. 43 ബോളുകളിൽ നിന്നും 68 റൺസ്. 19.3 ഓവറിൽ 162 റൺസിന് ഗുജറാത്തിൻ്റെ പോരാട്ടം അവസാനിച്ചു. RCBക്ക് വേണ്ടി ബോളിംഗിൽ ജേക്കബ് ഡഫി 4 ഓവറിൽ 39 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഭുവനേശ്വർ കുമാർ, റാസിഖ് സലാം ദാർ, കൃണാൽ പാണ്ഡ്യ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി RCB രാജകീയതയോടെ ഫൈനലിലേക്ക്. ഗുജറാത്ത് ടൈറ്റൻസിന് ഒരവസരം കൂടിയുണ്ട്. ഇന്ന് എലിമിനേറ്ററിൽ രാജസ്ഥാനും സൺറൈസേഴ്സും തമ്മിൽ കളിക്കുമ്പോൾ ആര് വിജയിക്കുന്നോ അവരായിട്ട് ക്വാളിഫയർ 2-വിൽ ഒന്നുകൂടി മത്സരിക്കാം. അതിൽ ജയിച്ചാൽ വീണ്ടും RCBയുടെ മുന്നിലേക്ക് തന്നെ. അത് അഹമ്മദാബാദിൽ ഗുജറാത്തിൻ്റെ ഗ്രൗണ്ടിലാണ് എന്ന ഒരു ആനുകൂല്യം അവർക്കുണ്ടാവും. ഗുജറാത്തിൻ്റെ ടോപ്പ് 3 ബാറ്റ്സ്മാൻമാർ തകർന്നാൽ ടീം തകരുമെന്ന ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഫൈനലിൽ ആരായിരിക്കും RCBയുടെ എതിരാളികൾ? കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലത്തെ പ്രകടനത്തോടുകൂടി രാജ് പടിദാർ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തു. ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ്. RCB 2026 IPL കിരീടം തുടർച്ചയായി 2ാം തവണയും ചൂടുമോ? അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.